ഇന്ന് സൺഡേ ആണ്. നമ്മൾ എവിടെയും പോയിട്ടില്ല. പക്ഷേ രാത്രിയാകുമ്പോൾ മക്കൾക്കൊരു പൂതി എവിടെയെങ്കിലും പോകണം. എന്താ എല്ലാവരും കൂടി ലൈനായിട്ട് വന്നിട്ടുണ്ട്. പാപ്പ പറഞ്ഞു ശരി, ഏതായാലും മക്കളെ ഇഷ്ടമല്ലേ വിട്ടുകളെ. അപ്പോൾ ഇവിടെ മുച്ചിലോട്ട് അവർ തെയ്യാണ്. അപ്പം മമ്മി മക്കളും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാം. പിന്നെ പപ്പക്ക് വേറെ മാറ്റി പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, അടുത്തല്ലേ, വേഗം പോയിട്ട് വരാമല്ലോ. അങ്ങനെ നമ്മളിതാ രാത്രി മെല്ലെ ഇറങ്ങാം മുച്ചിലോട്ടാവിലേക്ക്. ഇവിടുന്ന് ചെറിയ ദൂരെയുള്ളൊരു 3 കിലോമീറ്റർ ഉള്ളിലാണ് മുച്ചിലോട്ട് കാവ്. അപ്പം നമ്മളിതാ കാവിലെത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ലൈറ്റൊക്കെ ഉണ്ട്. ഇതാ കാവ് കയറുമ്പോൾ തന്നെ നല്ലൊരു കവാടം, നല്ല കളർഫുള്ളാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ മുച്ചിലോട്ടാവ് എന്ന് പറഞ്ഞാൽ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കല്യാണം കഴിച്ച് കൊണ്ടുപോയവരും വന്നവരും എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് നല്ല തിരക്കാണ്. ഞാനിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഉണ്ടല്ല, ഇത് നമ്മളെ ഷോപ്പിലെ അശ്വന്താണ്. ഓൻ പണ്ടേ തെയ്യം കെട്ടലുണ്ട്, ചെറുപ്പത്തിൽ ഇത് ചെയ്യലുണ്ട്. ആൾ ഭയങ്കര മിടുക്കനാണ്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതും കണ്ട് പിന്നെ കുറി വാങ്ങലാണ്. പിന്നെ അതിൻ്റെ ഇടയിലേക്കൂടെ കയറി മമ്മി ക്യൂ നിന്നിട്ട് അങ്ങനെ കുറി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മുച്ചിലോട്ട് ഭഗവതി. കാണാൻ ഏറ്റവും സുന്ദരമായ ഒരു തെയ്യാണിത്. അപ്പോൾ മമ്മി മക്കൾ അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങി ഇറങ്ങിയേ. മക്കളെ അഭിപ്രായം കേട്ടെ. ഓച്ചു അച്ചു കണ്ടാ തെയ്യം കണ്ടാ? പേടിയായ? പിന്നെ എന്നാ തോന്നിയേ? ഓ അങ്ങനെയല്ലോ ഉണ്ടാ? കൊമ്പുണ്ടാ? ശരി ശരി. അപ്പോൾ മക്കളെ അഭിപ്രായം കേട്ടില്ലേ? അവരെ നിഷ്കളങ്കമായ മനസ്സിൽ തോന്നുന്നത് അവർ പറയുന്നു. സത്യം പറയല്ല, ചെറുപ്പത്തിലല്ലോ എനിക്ക് തെയ്യത്തിൻ്റെ അടുത്ത് പോലും ഭയങ്കര പേടിയാണ്. ഇതിങ്ങനെ കണ്ണു മുഴിച്ച് ഒച്ചപ്പാടാക്കി തുള്ളുന്നെല്ലാം കാണുമ്പോൾ ശരിക്കും പേടിച്ച് ഓടുകയാണ് നമ്മളല്ലോ. അക്കണക്കിന് നമ്മളെ മക്കളെല്ലാം നല്ല ധൈര്യശാലികളാണ്. അവർക്ക് ഇത് കണ്ടിട്ടൊന്നും വലിയ പേടിയായിട്ടൊന്നുമില്ല. അവർ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം. അപ്പം നമ്മൾ അവിടെ നിന്നും അനുഗ്രഹം വാങ്ങി എന്നിട്ട് അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് നടക്കാൻ തീരുമാനിച്ച്. ഒരുപാട് ആൾക്കാരുണ്ട്, പരിചയമുള്ള ആൾക്കാർ നാട്ടുകാരിലുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ലോക്യം പറഞ്ഞ് നമ്മളെ കസ്റ്റമേഴ്സ് ആൾക്കാരെല്ലാം കുറേ ഉണ്ട്, നാട്ടുകാർ കുറേ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛന് കളിക്കാൻ വേണ്ടി ഒരാളെ കിട്ടിയേനെ. ഓളെ സ്കൂളിലെ കുട്ടിയാണെന്നോലും. അപ്പോൾ അവർ കണ്ടപ്പോൾ സ്കൂളിലത്തെ പോലെ തന്നെ ഓടിക്കളി. നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെയാണെന്നല്ല, കാവലും അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ. പിന്നെ ഇത് അച്ഛമോക്ക് പപ്പി ഒരു ബലൂൺ വാങ്ങിക്കൊടുത്തേ, നമ്മളെ പൂച്ച ബലൂൺ. ഇതാണ് നമ്മൾ പറപ്പിച്ച സാധനം. ഇവിടുന്നാണ് വാങ്ങിയേട്ടാ സാധനം. പറപ്പിച്ചിട്ട് ആളിതുവരെ കിട്ടിയില്ല ഏട്ടാ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ സ്റ്റാഫ് വർഷ ഉണ്ടായിന്. വർഷേൻ്റെ മോനാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം തമാശയെല്ലാം പറഞ്ഞ് എങ്ങനെ നേരം കൂട്ടിയേ. അപ്പോൾ വർഷേൻ്റെ മോനുണ്ടല്ല ഭയങ്കര മിടുക്കനാന്നേ. അച്ഛനടിയാണ് പോയെന്ന് പറയുമ്പോൾ അങ്ങ് ആകാശം കാണിച്ചു തരും. പ്ലെയിനിൽ പോയിന്നാണ്, അച്ഛൻ ഗൾഫിൽ പോയിന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പേ നമ്മൾ അച്ഛൻ മോളെ കാണാണ്ടായി. ഇതെടാ പോയി ഒറ്റക്ക് ഫ്രണ്ടിൻ്റെ അടിക്കുക പറഞ്ഞിട്ട് വേണ്ടേ കാണിച്ചെടുക്കാൻ പോയതാ. പപ്പ പേടിച്ചില്ല മോളെ കാണാനായിട്ട്. ഇതുപോലുള്ള സ്ഥലത്ത് വെച്ചിട്ട് മക്കൾ ഒരു സെക്കൻഡ് കാണാണ്ടാവുന്നുണ്ടല്ല, നെഞ്ചെന്നങ്ങ് കത്തും. അപ്പം നമ്മളെ കാവിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയേട്ടാ. അപ്പോൾ ഇന്നത്തെ സൺഡേ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ വരുമ്പം കുറച്ച് ഭക്ഷണവും പാർസൽ വാങ്ങി നേരെ വീട്ടിൽ വന്ന് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയേട്ടാ.